SDPIയെ നിർണായക രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടിരുന്നെന്ന് NIA. ജുഡീഷ്യറിയിലും സൈന്യത്തിലും പോലീസിലും അടക്കം സ്വാധീനം ഉറപ്പിക്കാനായിരുന്നു ശ്രമം. ഇസ്ലാമിക ഭരണഘടന നടപ്പാക്കാനായിരുന്നു ലക്ഷ്യമിട്ടതെന്നും NIA കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. നിധിൻ സേവർ വിവരങ്ങൾ നൽകും. നിധിൻ, PFIക്കെതിരെ എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് NIA? ദിവ്യ, കഴിഞ്ഞ ദിവസം വിവിധ കേസുകളിൽ NIA അന്വേഷിക്കുന്ന വിവിധ കേസുകളിലെ പ്രതികൾ ജാമ്യാപേക്ഷ NIA കോടതിയിൽ സമർപ്പിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് SDPIയെ നിർണായക രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതി ഇട്ടിരുന്നുവെന്നാണ് NIA കോടതിയിൽ ധരിപ്പിച്ചിരിക്കുന്നത്. ജുഡീഷ്യറിയിലും സൈന്യത്തിലും പോലീസിലും അടക്കം സ്വാധീനം ഉറപ്പിക്കണമെന്നും ഇസ്ലാമിക ഭരണഘടന നടപ്പാക്കാനായിരുന്നു ഇവർ PFI ലക്ഷ്യമിട്ടതെന്നുമാണ് NIA കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുള്ളത്. 3 വിഭാഗങ്ങളായാണ് PFIയുടെ ആളുകൾ പ്രവർത്തിച്ചിരുന്നത്. റിപ്പോർട്ടേഴ്സ് വിംഗ്, ആംസ് ട്രെയിനിങ് വിംഗ്, സർവീസ് വിംഗ് എന്നിങ്ങനെ 3 വിവിധ വിഭാഗങ്ങളിലായി ഈ PFIയുടെ ആളുകൾ പ്രവർത്തിച്ചിരുന്നുവെന്നും ഇതര മതസ്ഥരിലെ പ്രമുഖരുടെ വിവരങ്ങൾ ശേഖരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഘങ്ങളുടെ ലക്ഷ്യമെന്നും ഈ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ കയ്യിൽ നിന്നും 950-ലധികം പേരുടെ ഹിറ്റ് ലിസ്റ്റ് പിടിച്ചെടുത്തു എന്ന കോടതിയിൽ NIA റിപ്പോർട്ട് നൽകിയിരുന്നത്. അതിന് പുറകെയാണ് ഈ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. നേരത്തെ ഈ 2022 രജിസ്റ്റർ ചെയ്ത പോപ്പുലർ ഫ്രണ്ട് കേസും ഒപ്പം തന്നെ RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസും 2 കേസുകളും ഒരുമിച്ച് മെർജ് ചെയ്താണ് നിലവിൽ PFI അന്വേഷിക്കുന്നത്. നിലവിൽ NIA അന്വേഷിക്കുന്നത്. ഈ കേസുകളിലെ പ്രതികൾ ജാമ്യാപേക്ഷയുമായി NIA കോടതിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട്, ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുള്ള റിപ്പോർട്ട് കോടതിയിൽ NIA ഉദ്യോഗസ്ഥർ സമർപ്പിച്ചിരിക്കുന്നത്. ദിവ്യ, SDPIയെ നിർണായക ശക്തിയാക്കിക്കൊണ്ട് രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാനാണ് പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടിരുന്നത് എന്നാണ് NIA കോടതി നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. വിവരങ്ങളാണ് നിധിൻ സേവർ നൽകിയത്.